അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മുടെ കോളേജ് ട്രിപ്പൊക്കെ സെറ്റായി നമ്മൾ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റേഴ്സൊക്കെ എല്ലാവരും കയറുമെന്നൊക്കെ ഉറപ്പ് വരുത്തുന്നൊക്കെ ഉണ്ട്. വണ്ടി എടുത്തപ്പോഴേ നമ്മൾ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഗൈസ്, ആക്ച്വലി ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 7th ആണ്. നമ്മൾ കൊടൈക്കനാലിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. മോർണിംഗ് ഒരു 5 ആയപ്പോൾ തന്നെ നമ്മൾ കോളേജിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ട്രിപ്പ് പോകണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോകണോ വേണ്ടതെന്ന് ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ട്രൈ ചെയ്യാം. കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ പിന്നീട് കിട്ടത്തില്ല. രാവിലെ തന്നെയാണെങ്കിൽ എല്ലാവരും നല്ല ഫുൾ ഓഫ് എനർജിയിലായിരുന്നു ഗൈസ്. പാട്ടും ഡാൻസും മേളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മളൊരു 7:30 തന്നെ പരുന്തുംപാറയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു. നമുക്ക് വീഡിയോസിന് എടുത്തിട്ട് ക്ലിയർ പോലും ആവുന്നില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല മഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നമ്മൾ നേരെ കുമളിയിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തുള്ളലിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പടക്കളമൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ് വിട്ടത്. പടക്കളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ നിന്നായിരുന്നു നമ്മുടെ ലഞ്ച്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇനി നമ്മൾ ലേക്ക് കാണാനായിട്ട് പോവാണ്. സോ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് എല്ലാവരും സെറ്റായി നമ്മൾ നേരെ ലേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ 3-4 ഗ്രൂപ്പായി സ്പ്ലിറ്റ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ബോട്ടിങ്, സൈക്ലിങ്, പിന്നെ ഷോപ്പിങ്ങിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ കുറേ പേര് സൈക്ലിങ്ങിനൊക്കെ പോയി. അങ്ങനെ നമ്മൾ കുറച്ചൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോയെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് മിസ്സായി ഗൈസ്. പിന്നെ അവരെ തപ്പി നടക്കേണ്ട അവസ്ഥയായി. അങ്ങനെ നമ്മളോരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിലേക്ക് തിരിച്ചു വന്നു. നമ്മളെല്ലാവരും കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് 1-2 പേർക്ക് സ്വെറ്ററൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ആ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങി. നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. സോ നമ്മൾ അധികം വൈകാണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇനി നേരെ DJക്കാണ് ഗൈസ് പോകുന്നത്. DJ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന DJ ആയിരുന്നു. DJ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.